ലലിഗ സീസണിലെ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അട്ടിമറിച്ച് എസ്പാനിയോൾ ഞെട്ടിക്കുന്ന വിജയം നേടി. അത്ലറ്റിക്കോ മാഡ്രിഡ് എസ്പാനിയോളിനോട് 1-നെതിരെ 2 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. 2009 ശേഷം ആദ്യമായാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു ലലിഗ സീസണിന്റെ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങുന്നത്. മത്സരത്തിന്റെ 37-ാം മിനിറ്റിൽ ജൂലിയൻ അൽവാറസിന്റെ മനോഹരമായ ഫ്രീ കിക്ക് ഗോളിലൂടെ അത്ലറ്റിക്കോ മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ എസ്പാനിയോൾ തിരിച്ചടിച്ചു. 79-ാം മിനിറ്റിൽ മാർക്കോസ് ലോറന്റെ നൽകിയ ഫൗളിനെ തുടർന്ന് സെറ്റ് പീസിൽ നിന്ന് മിഗേൽ റൂബിയോ ഗോൾ നേടി സമനില പിടിച്ചു. 84-ാം മിനിറ്റിൽ ഒമർ എൽ ഹിലാലിയുടെ ക്രോസിൽ നിന്ന് പെരേമിലയുടെ മനോഹരമായ ഹെഡർ വലയിലെത്തിയതോടെ എസ്പാനിയോൾ വിജയം പിടിച്ചെടുത്തു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൊണോർ ഗലഗർ, ഡേവിഡ് ഹാങ്കോ, അൽവാരസ് എന്നിവർ ആദ്യ പകുതിയിൽ ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും എസ്പാനിയോൾ ഗോൾ കീപ്പർ മാർക്കോ ഡിമിട്രോവിച്ചിന്റെ മികവ് അവരെ തടഞ്ഞു. അത്ലറ്റിക്കോ 15 ഷോട്ടുകളിൽ നിന്ന് 0.87 എക്സ്പെക്റ്റഡ് ഗോൾസ് മാത്രമാണ് സൃഷ്ടിച്ചത്. അതേസമയം എസ്പാനിയോളിന്റെ 9 ഷോട്ടുകളിൽ നിന്ന് 1.25 എക്സ്പെക്റ്റഡ് ഗോൾസ് ലഭിച്ചു. അവരുടെ ക്ലിനിക്കൽ ഫിനിഷിംഗ് വിജയത്തിന് കാരണമായി. സ്പെയിനിലെ ഏറ്റവും മികച്ച സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കടന്നുപോകുന്ന ഡിഗോ സിമിയോണിയുടെ ടീം ഈ തോൽവിയോടെ സീസണിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ അത്ലറ്റിക്കോ എൽഷയെ സ്വന്തം മൈതാനത്ത് നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.